പക്ഷെ എന്നാലും അത് ഇനിയും കുറയ്ക്കണം എങ്ങനെയെന്ന് ആശമാർക്ക് അറിയില്ല. അത് ഇനി ഒന്നോടെ കുറപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ള പുതിയ ഷെഡ്യൂളിന്റെ ട്രെയിനിങ്. അതുപോലെ പാലിയേറ്റീവ് ട്രെയിനിങ് നമ്മൾ എന്തിനാ? നമ്മൾ പാലിയേറ്റീവ് നേഴ്സിന്റെ കൂടെ നമ്മൾ പോകുന്നു അല്ലെ? നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും സംഭവം ചെയ്യാറില്ല എന്നല്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്ഥിതി ഉണ്ട്. മരിച്ച ഒരാളുടെ ട്യൂബ് ഊറും. അല്ലാണ്ട് നമ്മൾ ആർക്കെങ്കിലും ട്യൂബ് ഇടാറുണ്ടോ? വളരെ അപൂർവം പേര് ഇടുമായിരിക്കും. കാരണം ചെയ്യേണ്ട ഏരിയ. റൈസ് ട്യൂബ് ആരെങ്കിലും ഇടാറുണ്ടോ? ഇന്നൊരു ഡോക്ടർ പോലും റൈസ് ട്യൂബ് ഇടാൻ മടിക്കുന്ന സമയമാണ്. അപ്പൊ ഈ റൈസ് ട്യൂബ് ഇടുന്ന ഏതിലെ പോകണമെന്ന് ഡോക്ടർ അത് ശരിയായ വഴിയിലേക്ക് വിടുന്ന സാധനമാണ്. ഇതിന് ആശമാർക്ക് എന്ത് ട്രെയിനിങ് തരാൻ എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് ശരിക്കും നമുക്ക് ട്രെയിനിങ് തരാനാണോ? അഥവാ നമ്മൾ ട്രെയിൻഡ് ആയാൽ നമ്മളെ കൊണ്ട് ഇവര് ചെയ്യിപ്പിക്കില്ല. കാരണം എന്താ? നമ്മുടെ പതിവ് ഒരു പടികൂടെ മുന്നോട്ട് നീങ്ങും. എവിടെയാ? നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ. അങ്ങനത്തെ ഒരു പടിയുടെ മുന്നോട്ട് കയറാനൊന്നും ഈ സർക്കാരോ അതിന് പിന്നിലുള്ള ഈ സംവിധാനങ്ങളൊന്നും തയ്യാറില്ല. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താ? നമ്മളെ പിന്നോട്ട് വലിക്കുക എന്ന് മാത്രമുള്ള ഉദ്ദേശമുള്ളൂ. ഞങ്ങളൊക്കെ ആ ട്രെയിനിങ് കണ്ടിട്ട് പുല്ല് വില കൊടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ട്രെയിനിങ്ങിനല്ല വരുന്നത്. ഞാൻ അവിടെ എന്റെ ആശമാര്, ഞാൻ ഒരു 5, 6, 7ാമത്തെ പ്രാവശ്യം വരുന്നത്. എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. ഞാൻ അത്രയും പ്രാവശ്യം സാറ് പോയിട്ടുള്ളൂ. ഞങ്ങളുടെ ആശമാരോട് വെയിലും മഴ. ഞാൻ എന്റെ സാറിനോട് പറഞ്ഞു, സാറെ പടവ് വലിച്ചു കെട്ടിന്ന് വലിച്ചു കീറിയിട്ട് ആശമാര് മഴയും വെയിലും കൊണ്ട് ഇവിടെ നിൽക്കുവാണ്. ഞങ്ങൾ അവരെ കണ്ടില്ലാന്ന് വെക്കാൻ പറ്റില്ല സാറേ. അവർ നേടുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾക്കും കൂടി ഉള്ള. ഞാനത് കാരണം ട്രെയിനിങ്ങിന് പങ്കെടുക്കൂല. എന്നോടൊപ്പം പോരുന്ന ആശമാരുടെ പേര് ഞാൻ സാറിന് തരാം. അതല്ലാതെ ഞാൻ ട്രെയിനിങ്ങിൽ പങ്കെടുക്കൂല. ഞാൻ ട്രെയിനിങ്ങിന് പോകൂല. ഇതൊക്കെ തുടക്കം മുതലേ പറഞ്ഞതുകൊണ്ട് എന്തായെന്ന് അറിയാവോ? ഞങ്ങൾ 2-3 ആശമാർക്ക് 31 ആശമാരുള്ള ഞങ്ങളുടെ സെന്ററില് ഞങ്ങൾ 2-3 ആശമാർക്ക് ഒരു 10 പൈസ ഈ ഫെബ്രുവരിയിൽ ഓണറേറിയം വന്നപ്പോ തന്നില്ല. കാരണം എന്താ? ഞങ്ങൾ സമരത്തിന് പോയത് കൊണ്ട് ഞങ്ങളുടെ ഫണ്ട് മൊത്തം പിടിപ്പിച്ചു വെച്ചേക്കുക.